പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ആയുസിൽ കാണാത്തൊരു പുത്തൻ പ്രഭാതം പുതിയ പുലരി കൂടി കാണുവാൻ ദൈവമായ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തിനായി കർത്താവിനെല്ലാം മാനവും മഹത്വവും അർപ്പിക്കുന്നു. നമ്മുടെ ആയുസിനെ ദീർഘിപ്പിച്ചു, ആരോഗ്യത്തെ തന്നു. ഒപ്പം അർഹതയില്ലാത്തിരുന്ന ഇടത്ത്, യോഗ്യതയില്ലാത്തിരുന്ന സ്ഥാനത്ത് അർഹരാക്കി, യോഗ്യരാക്കി, ഏറെ നന്മകൾ തന്നു, ദൈവരാജ്യത്തിലാക്കി, ദൈവമകൻ എന്ന പദവി തന്ന് നമ്മളെ ആക്കി തീർത്ത ദൈവസ്നേഹത്തിന് അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, തലമുറ, വാഹനം, നമുക്ക് വേണ്ടിയതെല്ലാം, ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം നൽകി തന്ന് നമ്മളെ നടത്തുന്ന ദൈവസ്നേഹത്തിനായി, ദൈവത്തിൻ്റെ കൃപയ്ക്കായി കർത്താവിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് കടക്കുന്നതിന് ആധാരമായി 18-ാം സങ്കീർത്തനം അതിൻ്റെ 29-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 18-ന്റെ 29. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് എടുത്തു പറയുകയും ചെയ്യുന്നൊരു വാക്കാണ്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഈ 18-ാം സങ്കീർത്തനത്തിൻ്റെ 29-ാം വാക്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ദാവീദ് രചിച്ച സങ്കീർത്തനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2 ശമൂവേൽ 22-ാം അധ്യായത്തിൻ്റെ മിക്കവാറും ഒരു ആവർത്തനം. 2 ശമൂവേൽ 22-ാം അധ്യായം എന്താണോ പറയുന്നത് അതിൻ്റെ തന്നെ ഒരു ആവർത്തനമാണ് 18-ാമത്തെ സങ്കീർത്തനം. ചില വ്യത്യാസങ്ങൾ മാത്രമേ അവിടെ കാണുന്നുള്ളൂ. ക്രിസ്തുവിൻ്റെ താഴ്ചയുടെയും രാജ്യത്വത്തിൻ്റെയും രംഗങ്ങൾ ഈ സങ്കീർത്തനത്തിൽ പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദാവീദിൻ്റെ കൃതജ്ഞതാ നിർഭരമായ ഒരു ഭൂതകാല അനുഭവമാണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത് തെറ്റില്ല. അതുമാത്രമല്ല, ദാവീദിൻ്റെ ജീവിത സായാഹ്നത്തിൽ എഴുതിയ സങ്കീർത്തനമാണ് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. അപ്പോൾ തന്നെ തുടങ്ങുന്നത് യഹോവ എൻ്റെ ശൈലവും ബലവുമാണ്, ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഇതിൻ്റെ ദൈവം തരുന്ന വിജയവും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനും ഒക്കെ പറഞ്ഞിട്ട് ദൈവത്തെ കാവ്യാത്മക ഭാഷയിൽ പ്രതിനിധീകരിക്കുന്ന, ദൈവത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു വാക്കാണ് 29-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് പറയുന്നത്. ഇത് വാക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ ഈ ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ ഇത് പറയാൻ യോഗ്യനാ. മറ്റൊരാളെ സംബന്ധിച്ച് ചിലപ്പോൾ പറ്റിയില്ലാതെ വരും. എന്നാൽ ദാവീദ് പറയാ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ഒരു വലിയ പടക്കൂട്ടം ഒരിക്കൽ ദാവീദ് സഹോദരന്മാരെ, ജ്യേഷ്ഠന്മാരെ കാണാൻ ചെല്ലുമ്പോൾ വീട്ടിലെ തേൻകട്ടയും അപ്പവും ജ്യേഷ്ഠന്മാർക്ക് വേണ്ടി സാധനങ്ങളും ഒക്കെ ആയിട്ട് യുദ്ധക്കളത്തിൽ ചെല്ലുക. ജ്യേഷ്ഠന്മാരെ കാണാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു പടക്കൂട്ടം ഇറങ്ങി വരികയാണ്. എന്നിട്ട് അതിൽ നിന്ന് ഒരു മനുഷ്യൻ വെല്ലുവിളിക്കുക, ആരുണ്ട് യുദ്ധം ചെയ്യാൻ? പേര് ഗോലിയാത്ത്. ഫെലിസ്ത്യ സൈന്യം മുഴുവൻ നിൽക്കുമ്പോൾ ഒരു പടക്കൂട്ടം മുഴുവൻ നിൽക്കുക. അവരോടൊന്നും നേരിട്ട് ചെല്ലാൻ രാജാവിനോ രാജാവിൻ്റെ പടയാളികൾക്കോ തൻ്റെ സഹോദരന്മാർക്കോ ആർക്കും കഴിയാത്തൊരവസ്ഥ. അവസ്ഥയിൽ ദാവീദ് പറയുന്ന ഈ ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുന്ന ഈ അഗ്രചർമ്മിയായ മനുഷ്യൻ ആർ എന്നാ ദാവീദ് ചോദിക്കുന്നത്. അപ്പോൾ നിന്നെ കൊണ്ട് കഴിയത്തില്ല, നീ യുദ്ധം ചെയ്യാൻ വന്നതാ എന്ന് പറഞ്ഞ് ഒന്നാമത് സഹോദരന്മാർ ദാവീദിനെ നിരുത്സാഹപ്പെടുത്തി. രണ്ടാമത്തെ നിരുത്സാഹം രാജാവിൻ്റെ പക്കൽ, രാജാവ് നിനക്ക് പരിചയമില്ല, നിനക്ക് പടച്ചട്ടയും വാളും പരിചയം എടുത്ത് പരിചയമില്ലാത്തവരുവരാ. മൂന്നാമത് ഗോലിയാത്ത് എതിർശക്തി പറഞ്ഞ് നിന്നെ കൊണ്ട് നീ ഇങ്ങ് അടുത്തു വാ, നിന്റെ ഒരു ആകാശത്തിൽ നിന്റെ ഒരു വടിയായിട്ട് എൻ്റെ നേരെ വരാൻ ഞാനൊരു നായാണോ? നീ ഇങ്ങ് അടുത്ത് വരുമ്പോൾ നിന്നെ പിച്ചു ചിന്തി ആകാശത്തിലെ പക്ഷികൾക്ക് എറിഞ്ഞു കൊടുക്കും. ചെയ്യാൻ കഴിവുള്ളവനാ പറയുന്നത്. പക്ഷെ ദാവീദ് ഇതൊന്നും വകവെക്കാതെ, നീ നിന്റെ പടപ്പുതണ്ടിന്റെയും നിന്റെ ബലത്തിന്റെയും നിന്റെ സൈന്യത്തിന്റെയും നിന്റെ സൈന്യാധിപന്റെയും ബലത്തിൽ, എന്നാൽ ഞാൻ നീ നിന്ദിക്കുന്ന സൈനികളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുന്ന ദാവീദിനെയാണ് കാണുന്നത്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. ഒരു പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുന്ന ആ ഓട്ടം ഒരു വ്യക്തിയുടെ നേരെയല്ല, ഒരു പടക്കൂട്ടത്തിന് നേരെയാ പാഞ്ഞു ചെല്ലുന്നത്. ഫെലിസ്ത്യൻ എന്ന് പറയുന്ന വലിയ സൈന്യത്തിന്റെ രാജാവും രാജാവിന്റെ പടയാളികൾ സഹോദരന്മാരും മുഴുവൻ പരാജയപ്പെട്ട ഇടത്ത് ഒറ്റ വ്യക്തിയായി, ഒരു വ്യക്തിയായി
ഒരു പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുന്ന ദാവീദിനെ. ഹല്ലേലൂയ. ഒരു പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുന്ന ദാവീദിനെ കാണാം. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ദാവീദിന്റെ അനുഭവമാണ് 18-ാം സങ്കീർത്തനത്തിൽ പാടിയിരിക്കുന്നത്. നിന്നാൽ, അത് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ കുഞ്ഞെ, പട എത്ര ശക്തമാണെങ്കിലും നിനക്കെതിരെ, അല്ലെങ്കിൽ നീ കാണുന്ന പ്രതിസന്ധി എത്ര ശക്തമാണെങ്കിലും ഇന്ന് പിന്നെ എന്നോട് ചേർന്നെന്ന് പറഞ്ഞ് ദൈവത്താൽ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. അടുത്ത കാര്യം, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഈ സാധാരണഗതിയില് ഒരു മതിലുണ്ടാക്കി വെച്ചിട്ട് നിനക്ക് കടക്കാൻ പറ്റാത്ത മതില, അങ്ങനെ ഒരു സംഭവം കാണാം. പിന്നെ അത് 5-ാം അധ്യായത്തില് ദാവീദ് ശമൂവേലിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു എന്നൊരു വാക്കുണ്ട് അവിടെ. ഒരു കോട്ട കെട്ടി ദാവീദിനെ കുരുടരും മുടന്തരും മതി ഇത് തടയാൻ, ദാവീദിന് കടക്കാൻ പറ്റത്തില്ലെന്നുകൊണ്ട് സിയോൻ കോട്ടയെ ബന്ധിച്ച് നിരോധിച്ച ദാവീദിനെ കാണാം. എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ച് 22-ാമത്തെ വാക്യം അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്തൊരു അർത്ഥമുണ്ട്, അതിനകത്തൊരു മീനിങ് ഉണ്ട്. കാരണം ഒരു മതില് കെട്ടി അടച്ച് ചെറുപ്പക്കാരനായ പയ്യനായ ദാവീദിന് കടക്കാൻ പറ്റുകയില്ല എന്ന് പറയുമ്പോ അതിന്റെ അപ്പുറത്ത് നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും എന്റെ ദൈവത്താൽ. സ്വന്തം കഴിവല്ല, സ്വന്തം കപ്പാസിറ്റി അല്ല, സ്വന്തം ധൈര്യമല്ല, അതിനപ്പുറത്ത് ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൂടെ ഇരിക്കുന്ന അത്യുന്നതനായ ദൈവം കൂടെയുണ്ടെങ്കിൽ, അതാ ദാവീദിന്റെ ഉറപ്പ്. ദൈവം കൂടെയുണ്ടെങ്കിൽ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോ കുഞ്ഞെ നീ ശക്തമായി പറ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുക. എന്റെ ദൈവത്താൽ. ഹല്ലേലൂയ. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. നീ ശക്തമായി പറ, എന്റെ ദൈവത്താൽ. നിന്നെ കൊണ്ട് കഴിയില്ലായിരിക്കും, നിനക്കതിന് കഴിവില്ല. നിന്റെ ശക്തിയും നിന്റെ ബലവും നിന്റെ പ്രാപ്തിയും നോക്കിയാൽ, പണവും പ്രാപ്തിയും ഒക്കെ നോക്കിയാൽ ഒക്കത്തില്ല. പക്ഷെ കുഞ്ഞെ, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്തേ. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. നീ ഒന്ന് ഉറപ്പിക്കുക, നിന്റെ കഴിവല്ല, നിന്റെ കഴിവുകൾ അതേ തീരുന്ന ഇടത്ത് ദൈവം നിനക്ക് കഴിവുകൾ തരിക. നിന്റെ ശക്തിയും നിന്റെ ബലവും നിന്റെ മാനുഷികമായ ശക്തിയും തീരുന്ന ഇടത്ത് ദൈവം നിനക്ക് ശക്തി തരിക, ദൈവം നിനക്ക് കഴിവ് തരിക, ദൈവം നിന്നെ ബലപ്പെടുത്തുക. അത് കണ്ട് ദാവീദ് പറയാം, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു. ഒറ്റ വ്യക്തിയെ പോലെ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെന്ന് ഗോലിയാത്തിനെ വീഴ്ത്തിയ തല വെട്ടി, അവന്റെ വാൾ കൊണ്ട് അവന്റെ തല വെട്ടിയെടുത്ത് കയ്യിലാക്കി ഒരുവൻ പറയുക, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഇന്ന് ഉറപ്പിച്ചേ, നീ ആത്മാവിൽ വിളിച്ചു പറ, നീ വിശ്വാസത്തോടെ പറ, എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ സകലവും സാധ്യം. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അസാധാരണ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അദൃശ്യമാകുന്ന സാന്നിധ്യത്തിനുള്ളിൽ ജനത്തെ മറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവ്, ഈ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പം ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, അവിടുന്ന് കൂടിയിരിക്കുന്നതിനായി നന്ദി. അങ്ങയുടെ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ഒരു സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന കർത്താവേ, ദൈവകൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിക്കും, അങ്ങനെ തന്നെ കൈമാറുന്നു. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ദൈവകൃപ കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. എല്ലാ മാനവമഹത്വത്തോടെ എടുക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപയിൽ മറയാം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്.